പിന്നെ ഇന്നത്തെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമഡി എന്ന് പറഞ്ഞാൽ രേണു സൂതിയുടെ ഇതായിരുന്നു. അവളെ ഓൾറെഡി ചെയ്തു വെച്ചു, ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ പോകും, നിങ്ങളെല്ലാവരും എന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട്. അത് വിറ്റ് കോമഡി ആയിപ്പോയി. അപ്പൊ അവിടെ ഒരു ചിന്താഗതി ആലോചിച്ച് ബുദ്ധി നമ്മളവിടെ മണ്ടി. അതെ, അത് ഞാനും ആലോചിച്ചു. ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ഇവള് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഫസ്റ്റ് വീക്കില് നോമിനേഷനിൽ വരുമെന്നും കണ്ട് വീഡിയോയും എടുത്തു വെച്ച് അത് പോയി. മാത്രമല്ല, അവള് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവര് കാണാതെ അനുസരിച്ച് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. മനസ്സിലായോ? അതെ, അത് മോഹൻലാൽ എന്തോ പറഞ്ഞു, ഇന്ന് അത് അങ്ങനെ ചെയ്യരുതെന്നാണോ മോഹൻലാൽ പറഞ്ഞത്? ചെയ്യരുതെന്ന് പറഞ്ഞേ. ഇത് ശരിയാണോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു വെച്ചാലും നിങ്ങൾ നല്ലപോലെ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞു. അവൾ നാണം കെട്ടു. രണ്ടാമത്തെ കാര്യം മറ്റേ പെണ്ണില്ലേ ഇവന്റെ ഒക്കെ ഇഷ്ടപ്പെട്ട ജെസ്സി. അവിടെ ഡ്രസ് മൊത്തം എടുത്തോണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം മോഹൻലാൽ അവസാനം ആ ഡ്രസ്സ് മൊത്തം അവളെ കൊടുത്തയച്ചു, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട്. അവള് ഐസായി പോയി. അവസാനം മോഹൻലാൽ അവളോട് ചോദിച്ചു, സുഖമാണ്, എന്താ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിച്ചു. അവൾ പറഞ്ഞു, ഇവിടെ ഇടയ്ക്കൊക്കെ ചായ കിട്ടത്തില്ലെന്ന്. അപ്പൊ മോഹൻലാൽ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരണമെന്ന് ചോദിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് മോഹൻലാൽ പറഞ്ഞു, ഞാൻ എന്നാ പിന്നെ ഒരു പശുവിനെ കൊണ്ടുതരാം, അതിനെ എനിക്ക് കറന്ന് കുടിച്ചോ. ഒക്കെ രസമായിട്ട് മോഹൻലാൽ അല്ലേ? രസമൊക്കെ തന്നെ. പക്ഷെങ്കിൽ അക്ബറിനെതിരെ മോഹൻലാൽ സ്റ്റേൺ ആയിട്ട് ഒരു നിലപാടെടുക്കണം. അത് ഇന്ന് പറയത്തില്ല, ചിലപ്പോ നാളെ ആയിരിക്കും പറയുന്നത്. കാരണം നാളെ നോമിനേഷൻ അല്ലേ? അല്ലല്ല, ഇന്ന് എന്തായാലും അക്ബറിനെ ചോദ്യം ചെയ്തതിക്ക് അപ്പൊ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെയും പറയത്തില്ല. കാരണം പിന്നെ അത് എന്തായാലും പോകാനായിട്ട് അവിടെ ഇരിക്കുന്നവ മറ്റവനാ, രഞ്ജിത്ത്. രഞ്ജിത്തെ പോത്തോളം തോന്നുന്നു. ആ ഒരു വെകിളിയാ. പിന്നെ ഒരു റോബോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പട്ടി റോബോട്ടിനെ. അതല്ലേ ഏറ്റവും വലിയ കോമഡി, മറ്റേ നെവിൻ മോഹൻലാൽ പറഞ്ഞു, പിന്നെ മറ്റേ പണിപ്പുരയിലോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തവരാരാന്ന് പറ, അവർക്കൊരു സമ്മാനം തരാമെന്ന്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്ന്, കാരണം അവരുടെ ഡ്രസ്സ് അവിടെ അല്ലേ. അപ്പോൾ നെവിൻ മാത്രം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, കാരണം ലാലേട്ടൻ തരുന്ന ഗിഫ്റ്റ് എനിക്ക് വേണമെന്ന്, സമ്മാനം. അപ്പം മോഹൻലാലിന് കൊടുത്ത സമ്മാനമാ, മേലെ ഇനി നിന്നെ അവിടെ കേട്ടത് നിനക്ക് ഒരു ഡ്രസ്സ് തരത്തില്ലെന്ന്. അത് വിറ്റായി പോയി. പട്ട മണ്ടനാണ്. വേറെ ആർക്കാ പണി കിട്ടിയത്? വേറെ അങ്ങനെ ആർക്കും ഇന്ന് ഞാൻ പറയട്ടെ, നാളെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ലാലേട്ടൻ പറയും. കാരണം അനുമോൾ ഓവറായിട്ട് അവിടെ മൊത്തത്തിൽ നശിപ്പിച്ചത്. ഒരു റൂളും അവൾ അതെ. പിന്നെ മറ്റേ ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടിടുന്നതും എല്ലാം നാളെ കിട്ടത്തുള്ളൂ. നാളെ ഒരു ഉണ്ട് ഇവര്. അപ്പൊ നാളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ആയിരിക്കും ഇന്ന് വലിയ മൈൻഡ് പോയത്, ഇന്ന് ലൈറ്റ് ആക്കിയതായിരിക്കും. അതാണ് എന്റെ. എന്തായാലും സ്ട്രോങ് ആക്കിയെന്ന് പറയുകയാണെങ്കിൽ രേണുവിനെ അങ്ങനെ വിളിച്ചത് ഒരു കാരണവശാലും ശരിയല്ല. എനിക്ക് തോന്നുന്നു അറിയത്തില്ല. പക്ഷെ നാളെ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ അത് പരാമർശിച്ചത് കൊണ്ട് നാളെ പരാമർശിക്കും. പക്ഷെ ആ ഡ്രസ്സിങ്ങിന്റെ കാര്യമൊക്കെ പറയണമായിരുന്നു, മറ്റേ ഷാനവാസിന്റെയും. അത് കൊറേ പ്രശ്നങ്ങളുണ്ട്, റൂളൊന്നും അയ്യോ കൊറേ പറയാനുണ്ടായിരുന്നു. ശരി, ഞാൻ വിചാരിച്ചു അതൊക്കെ പറയായിരിക്കും. പക്ഷെ അതൊന്നും പരാമർശിച്ചിട്ടില്ലല്ലേ. ഈ തവണ എല്ലാ റൂളും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു, എന്നിട്ടും ഒന്നും ബിഗ് ബോസിനെ പോലും ഒരു എന്താ പറയാ റെസ്പെക്ട് ഇല്ലാതെ എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ പറയാം. രഞ്ജിത്ത് എന്ന് പറഞ്ഞവനില്ലേ, ഇന്ന് രാവിലെ കിടന്ന് ലൈവ് നോക്കും ബിഗ് ബോസിനെ തെറി വിളിക്കുന്നുണ്ട്. രഞ്ജിത്ത് മുൻഷി ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയ ബിഗ് ബോസ് പറയും ഇങ്ങോട്ട് വരാൻ പറയാ, അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അത് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് മോല അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലേ. അവർക്ക് തീരെ റെസ്പെക്ട് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ബിഗ് ബോസ് വന്നിരിക്കാൻ പറഞ്ഞ ഒറ്റ ഒരെണ്ണം വന്നിരിക്കത്തില്ല. അതെ അതെ. കഴിഞ്ഞ തവണയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തണുപ്പൻ മറ്റേ
മറ്റേ ആ റൂം ഉണ്ടല്ലോ അതിന്റെ പറയുന്നത് പേരെന്ത് അങ്ങോട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊറേ കഴിയുമ്പോഴൊക്കെ ചെല്ലുന്നു. ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞ് അവരെല്ലാം കൂടെ വന്ന് ഇരിക്കത്തുള്ളൂ. ആരെങ്കിലും ഒക്കെ വരാതിരിക്കും. എന്നിട്ട് ബിഗ് ബോസ് വിളിക്കണം ഇന്ന ആൾ അവിടെ നിന്ന് വരാൻ വേണ്ടിട്ട്. മറ്റേ കോമഡി ആക്കുക അങ്ങ് ബിഗ് ബോസ്. അത് ശരിയാ. അല്ല ബിഗ് ബോസിനെ എന്താ പറയാ ആണ്. പക്ഷെ ഞാൻ വിചാരിച്ച മറ്റേ ജയിലിൽ നിന്നൊക്കെ അവിടെ ഒരുപാട് റൂൾസ് വയലേഷൻ ചെയ്തപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും പറയുന്നു വിചാരിച്ചു. പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏറ്റവും കൂടുതൽ അനുമോളെ നശിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ അനീഷ എല്ലാരും കുറ്റം പറഞ്ഞ അവസാനം ഇവരൊക്കെ അനീഷിനോട് പറയുന്നവർ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇതാ അനീഷിനോട് പറയുന്നത്. മറ്റേ അപ്പി വിളിച്ചത് കാര്യം ചോദിച്ചായിരുന്നു. എന്തോ ചോദിച്ചായിരുന്നു അനീഷിനെ. അങ്ങനെ ചോദിച്ചായിരുന്നു. നമ്മളെ കൂട്ടുകാരന്മാര് തമ്മിൽ വിളിക്കുന്ന കൂട്ടാണ് വെളിയിൽ പോയി വിളിക്കുന്നതെന്നൊക്കെ ലോയലേട്ടൻ ചോദിച്ചായിരുന്നു. അത് പക്ഷെ അനീഷിന് ഒത്തിരി ഇത് പറയുന്നുണ്ട്. തന്നെ ക്യാപ്റ്റൻ ആയ ക്യാപ്റ്റന്റെ ഒരു റെസ്പെക്റ്റും കൊടുത്തിട്ടില്ല. മെന്റലി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ അനീഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ഒരു വാക്കിന് ഒരു 100 തവണ പറയും. ഒരു കൊറേ തവണ ഇങ്ങനെ കണ്ടിന്യൂ പറഞ്ഞോണ്ടിരിക്കും. അതിനെ കുറിച്ച് കളിയാക്കിയായിരുന്നു. രാവിലെ ഞാനത് അതേപോലെ തന്നെ മറ്റേ ഇവരില്ലേ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞില്ലേ. അതുപോലെ മറ്റേ ശരത്തും അനുമോളും കൂടെ പറഞ്ഞില്ലേ നിന്നെ എയർപോർട്ടിൽ വെച്ച് അടിക്കും, നീ എന്റെ നാട്ടിൽ പോയി. അതൊക്കെ അവളെന്തോ വലിയ ഗുണ്ടേ ഉള്ളു. എന്റെ ആൾക്കാർ നിന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളങ്ങ് വലിയ അനുമോള് പറയവാ അനീഷിനോട് നീ നാട്ടിൽ വന്ന് നിന്നെ അടിക്കും മറ്റേ മരിച്ചതാ എയർപോർട്ടിൽ നിന്ന്. അവിടെ ആൾക്കാര് അതെ അവളെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് അവക്കറിയത്തില്ല. അവൾ പിന്നെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് കരച്ചിലോളി. ഇന്നലെ മറ്റേ മതിലുകൾ അഭിനയിക്കുമായിരുന്നു മമ്മൂട്ടിയും KPS എന്റെ പൊന്നെ എനിക്ക് കണ്ടിട്ട് ദേഷ്യം വന്നത്.